നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ജോയിൻ ചെയ്യണം. വളരെ ലളിതമായിട്ടുള്ള സിസ്റ്റമാണ്. എങ്ങനെ ജോയിൻ ചെയ്യണം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഛാന്തോഗ്യ ഉപനിഷത്തിലെ 3-ാം അധ്യായമാണ് ഡിസ്കസ് ചെയ്യുന്നത്. 3-ാം അധ്യായത്തിലെ 11-ാമത്തെ ഖണ്ഡം 1-ാമത്തെ ശ്ലോകം. അഥ തഥ തത ഊർധ്വം ഉദേത്യ നൈവോദേത നാസ്തമേതൈകല ഏവ മധ്യേ സ്ഥാത തദേശ ശ്ലോക. അതുമുതൽ അതിൻ്റെ ഉത്തുംഗത്തിൽ എത്തിയതിനു ശേഷം അത് ഉദിക്കുകയോ അസ്തമിക്കുകയോ ഇല്ല. അത് ഏകനായി മധ്യത്തിൽ നിൽക്കും. ഈ ഘട്ടത്തിൽ ഈ ശ്ലോകം ഉണ്ട്. 2-ാമത്തെ ശ്ലോകം. ന വൈ തത്ര ന നോദിത്യായ കദാചന ദേവാസ്തേനേഹം സത്യേന മാ വിരാധിഷി ബ്രഹ്മണേതി. ആ ഗോളത്തിൽ അത് അസ്തമിച്ചിട്ടില്ല, ഉദിച്ചിട്ടുമില്ല. ഈ സത്യത്തിലൂടെ ദേവന്മാരെ ബ്രഹ്മാവിനാൽ ഞാൻ കളവ് ചെയ്യപ്പെടാതെ ഇരിക്കട്ടെ. 3-ാമത്തെ. ന ഹവാ അസ്മാ ഉദേതി ന നിരലോചതി സുഹൃദിവാ ഹേവാസ്മൈ ഭവതി യ ഏതാമേവ ബ്രഹ്മോപനിഷദം വേദ. ശരിക്കും അത് അവന് ഉദിക്കുകയോ അസ്തമിക്കുകയോ ഇല്ല. അത് എന്നത്തെക്കാളും ഒരു ദിവസമാണ്. അങ്ങനെ ഉള്ളവൻ ബ്രഹ്മാവിന്റെ ഈ ആധ്യാത്മികമായ ഉപനിഷത്ത് അറിയുന്നു. 4-ാമത്തെ. തദ്ദൈതദ് ബ്രഹ്മ പ്രജാപതയ ഉവാച പ്രജാപതിർമനവേ മനു പ്രജാഭ്യാസ്തദ്ദേതുദ്ദാലകാരണ്യേ ജ്യേഷ്ഠായ പുത്രായ പിതാ ബ്രഹ്മ പ്രോവാച. ബ്രഹ്മാവ് ഇത് പ്രജാപതിയോട് പറഞ്ഞു. പ്രജാപതി മനുവിനോട്. മനു അദ്ദേഹത്തിന്റെ
അനന്തരാവകാശികളോട് അദ്ദേഹത്തിന്റെ മൂത്ത പുത്രനായ ഉദ്ദാലക ആരുണിയോട് അദ്ദേഹത്തിന്റെ അച്ഛൻ ഈ ബ്രഹ്മാവ് പറഞ്ഞു. 5-ാമത്തെ ശ്ലോകം. ഇതം ഭാവ തജ്ജ്യേഷ്ഠായ പുത്രായ പിതാ ബ്രഹ്മ പ്രബ്രൂയാൻ പ്രണായായ വാന്തേവാസിനെ. ശരിക്കും ഒരച്ഛൻ ഈ ബ്രഹ്മാവ് അവന്റെ മൂത്ത പുത്രനോട് പ്രഗത്ഭനായ ശിഷ്യനെയോ പഠിപ്പിക്കണം. 6-ാമത്തത്. നാന്യസ്മൈ കസ്മൈചന യദ്യപ്യസ്മാ ഇമാമദ്ഭി പരിമൃഹീതാം ധനസ്യ പൂർണ്ണാം ദദ്യാദേതദേവ തതോ ഭൂയ ഇത്യേതദേവ തതോ ഭൂയ ഇതി. പക്ഷേ വേറെ ആരോടും പാടില്ല. ഒരുവൻ ഈ ഭൂമി മുഴുവനും ജലവും നിധിയാൽ നനച്ചും നിധിയാൽ നിറച്ചും അവൻ പറയണം, ഇത് ശരിക്കും അതിലും വലുതാണ്, ശരിക്കും അതിലും വലുതാണ്. ചാന്തോക്യ ഉപനിഷത്തില് നമ്മൾ ഇതുവരെയുള്ള യാത്ര നടത്തിയത് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതുമായ ലോകങ്ങളിലൂടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദ്വന്ദ്ങ്ങളുടെ ലോകം, ഭൗതികമായിട്ടുള്ള ദ്വന്ദ്ങ്ങൾ. ഇവിടെ ദ്വന്ദ്ങ്ങളുടെ ലോകമാണ്. ഒരു പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, മെറ്റീരിയൽ നേച്ചറിൻ്റെ എനർജി ഉണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും ഹയസ്റ്റ് ദ്വന്ദ്വം. ഹേസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയും. മെറ്റീരിയൽ നേച്ചറും അതുമാതിരി വേവ് നേച്ചർ ഒരുമിച്ച് നമുക്ക് കാണാൻ സാധിക്കുക, അനുഭവിക്കാൻ സാധിക്കില്ല. അപ്പൊ അത് ഒബ്സർവർ ആണ് തീരുമാനിക്കുന്നത് എന്നും സയൻസ് പറയുന്നു. അപ്പൊ ഒബ്സർവർ കടന്നു വന്ന ഒരു സ്റ്റേജാണ്. അങ്ങനെയാണ് ക്വാണ്ടം ഫിസിക്സ് വന്നത്. ക്വാണ്ടം റിയാലിറ്റീസ് മാത്രമേ ഉള്ളൂ, ശരിക്കും പോസിബിലിറ്റീസ് മാത്രമേ ഉള്ളൂ. എക്സ്പ്രസ് ചെയ്യുന്നത് ഒബ്സർവർ, അതായത് നിരീക്ഷകൻ തീരുമാനിക്കുന്ന പോലെയാണ്. നിരീക്ഷകൻ തീരുമാനിക്കുകയാണ് ഇത് ദിവസമാണ്, അപ്പോൾ ദിവസമായി. നിരീക്ഷകൻ തീരുമാനിക്കേണ്ടത് സ്വപ്നമായി. നിരീക്ഷകൻ തീരുമാനിക്കേണ്ടത് സുഷുപ്തിയാവസ്ഥയാണ്. ഈ നിരീക്ഷകന് അതിന്റെ അപ്പുറം കിടക്കണം എന്ന് വിചാരിക്കണം സാധിക്കും. ചൂസ് ചെയ്യണം, ഇറ്റ്സ് യുവർ ചോയ്സ്. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം നമ്മൾ എപ്പോഴും ഇത് തന്നെ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തെ തന്നെ നാളെ സൂര്യൻ ഉദിക്കും നമ്മൾ തന്നെ തീരുമാനിക്കുകയാണ്. പാണ്ഡവന്മാര് മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് യുധിഷ്ഠിര രാജ്യം ഭരിക്കുന്ന കാലത്ത് ഒരിക്കലും ഒരു ബ്രാഹ്മണൻ എന്തോ ഒരു കംപ്ലൈന്റുമായിട്ട് വന്നു. അപ്പൊ ഒരു ബെല്ലുണ്ടത്ര, അതടിക്കും. അപ്പോ രാജാവ് വന്നിട്ട് എന്താ സൊല്യൂഷൻ വേണ്ട വെച്ചാൽ കൊടുക്കും. അപ്പൊ ഈ ബ്രാഹ്മണൻ ബെല്ലടിച്ചപ്പോ യുധിഷ്ഠിരൻ പറഞ്ഞു, ഇന്ന് പറ്റില്ല, നാളെ വരാൻ പറഞ്ഞു. അപ്പോ ഭീമൻ ഭയങ്കര ആഹ്ലാദിച്ച് ബെല്ല് ആഞ്ഞാഞ്ഞടിക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാരും കൂടി എന്താണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എന്റെ ഏട്ടൻ നുണ പറയില്ല, നാളെ ഉണ്ടാവും ഉറപ്പായി എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് യുധിഷ്ഠിരന് തിരിച്ചറിവുണ്ടായത്, നാളേക്കൊന്ന് മാറ്റി വെക്കരുത്. കാല് കരേസോ ആജ് കരേസോ അബ് പലമേ പരളൈ ഹോയേഗി ബഹുരി കരേകാക്കം എന്ന് കബീർദാസ് പറഞ്ഞു. നാളെ ചെയ്യാനുള്ള ഇന്ന് ചെയ്യാനുള്ളത് ഇപ്പൊ ചെയ്യും. കാരണം ഒരു നിമിഷത്ത് പ്രളയം സംഭവിക്കാം, അതായത് എല്ലാം ഇല്ലാണ്ടാവും. പിന്നെ ആരാണ് ഇതൊക്കെ ചെയ്യുക? അപ്പൊ നമ്മള് പോസ്റ്റ്പോൺ ചെയ്യുന്നത് നാളെ ഉണ്ട് എന്നുള്ള ആ തീരുമാനത്തിലാണ്. അപ്പൊ നമ്മളാണ് നാളെ സൃഷ്ടിക്കുന്നത്. നാളെ കാണാം എന്ന് പറയുന്നത് നാളെ ഞാൻ സൃഷ്ടിച്ചു, അത് ചോയ്സ് ഞാൻ ഉണ്ടാക്കണം. അതാണ് സൂര്യൻ കിഴക്ക് ഉദിക്കുന്നതും പടിഞ്ഞാറ് അസ്തമിക്കുന്നത് കാലം വരെ ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഈ ഉപനിഷത്തിൽ പറയുന്നത്. അത് തീരുമാനിക്കുന്നത് ഞാനാണ്. സൂര്യൻ കിഴക്ക് ഉദിക്കണം, പടിഞ്ഞാറ് അസ്തമിക്കണം. ഞാൻ ജാഗ്രത അവസ്ഥയിൽ ഇങ്ങനെ സുഖിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങള്, ധർമ്മം അധർമ്മം, ഇങ്ങനെ നമ്മൾ ജീവിക്കുകയാണ്. ഇനി അത് കടന്നു പോകണം, എനിക്ക് അങ്ങേ പോലെ ആവണം എന്ന് തീരുമാനിക്കണം. ആ തീരുമാനം സംഭവിക്കും. നമ്മളത് അടിയുറച്ച് വിശ്വസിക്കണം. മനസ്സിന്റെ സ്ട്രെങ്ത് ആണ്. മനസ്സ് എന്തിനാണോ അറ്റൻഷൻ കൊടുക്കുന്നത് അതിന് സ്ട്രെങ്ത് വരും, അല്ലെങ്കിൽ അതിന് ശക്തിയില്ല. എനിക്കൊരു ഫ്രിഡ്ജ് ഉണ്ട്, ആ ഫ്രിഡ്ജിന് എന്റെ മുകളിൽ പവർ വരുന്നതുകൊണ്ട് ഞാൻ അതിൽ അറ്റൻറ്റീവ് വേണ്ട. ആരെങ്കിലും എടുത്തു പോയി കഴിഞ്ഞാൽ അത് പ്രശ്നം. ഇന്നലെ വരെ അത് എന്റെ ഫ്രിഡ്ജായിരുന്നില്ല, അത് കടയിലിരിക്കുന്ന ഫ്രിഡ്ജായിരുന്നു. ഇപ്പൊ അത് എന്റെ ഫ്രിഡ്ജായി. പൈസ ഇന്നലെ വരെ ബാങ്കിലായിരുന്നു, എന്റെ കയ്യിലിപ്പോ എന്റെ പൈസയായി. ഞാനാണ് അതിന്റെ പവർ കൊടുക്കുന്നത്. പിന്നെ അത് എന്നെ ഭരിക്കുകയാണ്. ഞാൻ എല്ലാത്തിനും ശക്തി കൊടുക്കും. ഞാൻ വിഗ്രഹങ്ങൾക്ക് ശക്തി കൊടുക്കും. നമ്മൾ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നു, വിഗ്രഹങ്ങൾക്ക് ശക്തി കൊടുക്കുന്നു, ദേവന്മാർക്ക് ശക്തി കൊടുക്കുന്നു. അവരൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അവര് കൊണ്ട് നമ്മൾ ഇവിടെ നമ്മുടെ ജീവിതത്തെ പ്രശ്നം ഉണ്ടാക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ.
ഒരിക്കലും കാണാത്തതും അനുഭവിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടാണ് ലോകത്തിൽ മാക്സിമം തല്ലുപിടി. ഇതാണ് മതഭ്രാന്തത എന്നൊക്കെ പറയുന്നത്. നമ്മൾ പരമ്പരാഗതമായി വിശ്വസിക്കുന്നു, നമ്മൾ അതിന് ശക്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കടന്നു പോകേണ്ട ആവശ്യമുണ്ട്. അതാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിലുള്ള ഈ തരത്തിലുള്ള ഇംപ്രഷൻസിനെ, നല്ലത് ചീത്ത എന്നുള്ള രീതിയിൽ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുടുക്കുകൾ, അതെല്ലാം എടുത്തു കളഞ്ഞ് നമ്മൾ പ്രസൻസിൽ ആ ഫ്ലോയിലേക്ക് വരണം. ദാജി പറയും അൺഡിഫറൻഷിയേറ്റഡ് സ്റ്റേറ്റ്. നമ്മൾ നടുവിലൂടെയാണ് പോകുന്നത്, ഫ്ലോയിലൂടെയൊക്കെയാണ് പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട രീതിയിൽ ചെയ്തുകൊണ്ട്, പക്ഷെ നമ്മൾ നടുവൊന്നും വിടുന്നില്ല. ഇവിടെയാണ് സഹജമാർഗത്തിന് നമുക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റ് കിട്ടും. നമ്മൾ പ്രാണാഹൂതി കണക്ട് ചെയ്യുന്നു, നമ്മൾ ആ ഫ്ലോ, അതാണ് ഫ്ലോ എന്ന് പറയുന്നത്. അതിൽ കണക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക. എപ്പോഴും സെൻട്രിയാണ് ഞാൻ ചെയ്യേണ്ടത്, അതിനോട് ഹാർമണൈസ് ചെയ്തിട്ടാണ്. അത് ഞാൻ എന്നുള്ള ഈ ഭാവം ഡോമിനേറ്റ് ചെയ്യുന്ന തരത്തിലാണ്. അങ്ങനെയാണ് ഞാൻ എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ആ ഫ്ലോയിലെത്തി സെന്റേഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സൂര്യൻ ഉദിക്കാത്ത അസ്തമിക്കാത്ത ഒരു പേഴ്സണാലിറ്റി, സിംഗുലാരിറ്റി എത്തിച്ചേരും. ഇവിടെ സിംഗുലാരിറ്റിനെ കുറിച്ചാണ് ചാന്തോക്യോപനിഷത്ത് പറയുന്നത്. ഡയമെൻഷൻലെസ് പോയിന്റ്, സ്പേസ് ടൈം മാനിഫെസ്റ്റ് ചെയ്യാത്ത, ഉദിക്കുകയോ അസ്തമിക്കുകയോ ഇല്ലാത്ത, അതറിയുന്നവൻ ബ്രഹ്മാവിന്റെ ഉപനിഷത്തിന്. ബ്രഹ്മാവ് പ്രകടമായി ബ്രഹ്മാവും പ്രകടമാവാത്ത ബ്രഹ്മാവും. ഭാഗവതം വായിച്ചാലേ ബ്രഹ്മാവ് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാത്ത ബ്രഹ്മ, മാനിഫെസ്റ്റ് ചെയ്യാത്ത ഞാൻ. മാനിഫെസ്റ്റ് ചെയ്യണോ മാനിഫെസ്റ്റ് ചെയ്യണ്ടേ? മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഏത് പവർ ഉപയോഗിച്ചിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്? അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ ഉള്ളിലുള്ള ആ സ്നേഹത്തെ ഞാൻ വെറുതെ ചതറിക്കളയില്ല. ഞാൻ അത് ഇതുപോലെ തന്നെ കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയിലേക്ക്, അതാണ് പുത്രൻ. പിതാവ് പുത്രനിലോട് ജീവിക്കുന്നു. അങ്ങനെ ഒരു പുത്രനാവണം. പുത്രൻ എന്ന് പറഞ്ഞാല് മകൻ എന്നുള്ള ബയോളജിക്കൽ സൺ എന്നല്ല. ബാബുജി മഹാരാജ് ചാരുജി മഹാരാജനെ മൈ സൺ എന്നാണ് വിളിച്ചത്. എന്റെ മകൻ, അതാണ് ശരിക്കുള്ള മകൻ. അച്ഛൻ മകനിലൂടെ ജീവിക്കുന്നു. മറ്റേത് ബയോളജിക്കലായിട്ട് അച്ഛനാണ്, പക്ഷെ പുത്രൻ ഏതോ ഒരു സോളാണ്. പേരന്റിന്റെ സ്പിരിച്വൽ ആയിട്ടുള്ള ആ കണക്ഷൻ ലഭിച്ചാലാണ് ശരിക്കുള്ള പുത്രനായി മാറുന്നത്. ഫ്ലോ. പേരന്റ് അതുപോലെ ബ്രഹ്മത്തില് ഉയർത്തിയിട്ടുള്ള ഒരു ഋഷിയാണെങ്കിൽ പുത്രൻ അതുപോലെയാണെങ്കിൽ ആ പുത്രനെ ഇത് ഉപദേശിക്കുക. എങ്ങനെയാണ് ഉപദേശിക്കേണ്ടത്? ട്രാൻസ്മിഷനിലൂടെ. നമ്മുടെ മാസ്റ്റർ നമ്മൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പുത്രന്മാരായി മാറണം. മാസ്റ്റർ നമ്മളെ പുത്രൻ എന്ന് വിളിക്കുന്നു. ഞാൻ പറയുന്നത് മാസ്റ്റർ എന്റെ അച്ഛനാണ്, പക്ഷെ മാസ്റ്റർ എന്നെ പുത്രൻ എന്ന് വിളിക്കുന്നുണ്ടോ? മൈ സൺ എന്ന് വിളിക്കുന്നുണ്ടോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈസ് ഗോഡ് റിമെമ്പറിങ് യു എന്നാണ് വരദാചാര്യജി ചോദിച്ചിട്ടുള്ളത്. നമ്മളെ സ്മരിക്കുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ അവൻ ചെയ്തോളും എന്നുള്ള ആ ബോധം വരികയാണെങ്കിൽ നമ്മൾ പുത്രനായി മാറണം. അങ്ങനെയാണെങ്കിൽ ഉത്തമ ശിഷ്യൻ. അതാണ് ഉത്തമ ശിഷ്യനും മകനും ഒന്ന് തന്നെയാണ്, വ്യത്യാസമില്ല. അപ്പൊ ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള ധനത്തിന് നമുക്കൊരു പ്രാധാന്യം ഉണ്ടാവും. ഇതിനേക്കാളൊക്കെ വലിയ ധനം, പായോജി മേനെ രാമരത്തന ധന പായോ എന്ന് മീരാബായി പറയുന്നു. ആ ധനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താണ്? നിധിജാല സുഖമാ എന്ന് ത്യാഗരാജൻ പറഞ്ഞു. ഈ നിധിക്ക് എന്താ പ്രാധാന്യം? ഞാൻ അത് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇവിടെ വേണ്ട രീതിയിൽ ഇവിടുത്തെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ വയ്ക്കും. വെള്ളപ്പൊക്കത്തിലിരിക്കുന്ന ഒരാള് ഒരു കുടം വെള്ളം ഉപയോഗിക്കുന്ന പോലെ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. ആവശ്യമുണ്ട്, അത് ആവശ്യമുള്ള സമയത്ത് അത് ഉപയോഗിക്കാം. പക്ഷെ അല്ലാത്ത സമയത്ത് നമ്മൾ അതിനു വേണ്ടി തല്ലി പിടിക്കേണ്ട കാര്യം. ഒരു കത്തി റൂമിലുണ്ട്, വീട്ടിലുണ്ടെന്ന് വെച്ചിട്ട് അത് എപ്പോഴും ഉപയോഗിക്കേണ്ട, അത് ആവശ്യമുള്ളപ്പോൾ എടുക്കാം. പെന്നെ ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം. പൈസ ആവശ്യമുള്ള ഉപയോഗിക്കാം. പൈസ ആവശ്യമില്ലെങ്കിൽ എന്തിനാണ് സാധനം? ആവശ്യമില്ലെങ്കിൽ വേണ്ട. എനിക്ക് ആവശ്യമുള്ളത് എൻ്റെ കയ്യിലേക്ക് വന്നു ചേരും എന്നുള്ള ബോധം അറിയാതെ തന്നെ വന്നു തരും. ആവശ്യമുള്ള അറിവ്, ആവശ്യമുള്ള പവർ എല്ലാം ഇറ്റ് വിൽ ബി ഗിവൺ ടു യു എന്നാണ് ബാബുജി മഹാരാജ്. നിങ്ങൾ യു ജസ്റ്റ് ബി കണക്റ്റഡ്. മാസ്റ്ററിലേക്ക് കണക്ട് ചെയ്യുക, സ്റ്റാർട്ട് വർക്കിംഗ്. മാസ്റ്ററുടെ സ്മരണയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ആവും. ചാന്തോക്യോപനിഷത്ത് അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.